കത്തോലിക്ക സഭയുടെ അന്താരാഷ്ട്ര ജൂബിലി വർഷാഘോഷ സമാപനത്തിന്റെ ഭാഗമായുള്ള കുരിശ് പ്രയാണത്തിന് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ സ്വീകരണം നൽകി. ഇടവക വികാരി ഫാദർ മാത്യു തൈക്കലിന്റെ നേതൃത്വത്തിലാണ് കുരിശിന്റെ പ്രയാണത്തെ സ്വീകരിച്ചത്. കണ്ണൂർ രൂപതയിലെ വിവിധ ഫെറോനകളിലൂടെയുള്ള ജൂബിലി കുരിശ് പ്രയാണമാണ് നടക്കുന്നത്. കാഞ്ഞങ്ങാട് നോർത്ത് ഫെറോനയിൽ 2 മാസമായി നടന്നുവരുന്ന ജൂബിലി കുരിശ് പ്രയാണത്തിനാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ വൈദികരും സന്യസ്തരും വിശ്വാസികളും ചേർന്ന് സ്വീകരണം നൽകിയത്. ജൂബിലി കുരിശ് വിവിധ ഇടവക പള്ളികളിൽ ഒരാഴ്ച വീതമാണ് കുരിശിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നത്. കാഞ്ഞങ്ങാട് നോർത്ത് ഫെറോനയിലെ 12 ഇടവകകളിലും ഇതിനകം പര്യടനം പൂർത്തീകരിച്ചു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിലേക്ക് പയ്യന്നൂർ കേളോത്ത് പള്ളിയിൽ നിന്നാണ് കുരിശ് എത്തിയത്. ഇടവക വികാരി ഫാദർ മാത്യു തൈക്കനാലിന്റെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ കുരിശിനെ സ്വീകരിച്ചു. തുടർന്ന് പള്ളിയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ഥാപിച്ചു. ഡിസംബർ 14 ഞായറാഴ്ചയോടെ ഇടവകയിൽ പൂർത്തീകരിച്ച് പുഞ്ചക്കാട് സെന്റ് ജോസഫ് ഇടവക പള്ളിയിൽ എത്തിക്കും. തുടർന്ന് ഏഴുമല പള്ളിയിലെ പ്രയാണത്തിന് ശേഷം മലബാറിലെ മഹാമിഷണറി ദേവദാസൻ ഫാദർ LM സുക്കോളിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പരിയാരം മരിയപുരം പള്ളിയിൽ 2026 ജനുവരി 6 എത്തിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.